ഹലോ ഗായ്സ്, തീർമിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെഡ്മി നോട്ട് 10 എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂ ഒക്കെയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ടെക് റിലേറ്റഡ് കണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗായ്സ്, ആദ്യം തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ശേഷം ഞാനിതിൻ്റെ മറ്റ് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 10 ബോക്സ്. ആക്ച്വലി ഇത് ഞാൻ 2 ആഴ്ചയായി വാങ്ങിയിട്ട്, പിന്നെ അൺബോക്സിങ് എന്ന രീതിയിൽ ഒന്നും കൂടെ പാക്ക് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ മുകളിലായിട്ട് തന്നെ വരുന്നത് നമ്മുടെ റെഡ്മി നോട്ട് 10 ഫോൺ തന്നെയാണ്. അപ്പോൾ ഫോൺ നൈസായിട്ട് എടുത്തു നോക്കാം. ഫോൺ വന്നിട്ടുള്ള ഒരു കവറിലിട്ടാണ്. ആ കവർ നമുക്കൊന്ന് ഊരി നോക്കാം. ഈ ഫോണിന് 3 കളർ വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്: ഗ്രീന്, വൈറ്റ്, അതുപോലെ ബ്ലാക്ക്. ഞാനിവിടെ ഗ്രീനാണ് വാങ്ങിയിട്ടുള്ളത്. ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. നമുക്കിവിടെ കാണാം അതിൻ്റെ ബാക്ക് സൈഡ് നല്ല ഷൈനിങ് ഉണ്ട്. കോഡ് ക്യാമറ സെറ്റപ്പിൽ 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് അൺബോക്സിങ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇനി ബോക്സിൽ എന്തൊക്കെയാണ് ബാക്കി വരുന്നതെന്ന് നോക്കാം. ഫോൺ അങ്ങോട്ട് നൈസായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ബോക്സ് തുറന്ന് നോക്കാം. അവിടെ ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്കവിടെ കാണാം. അത് തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത് TPU കേസും അതുപോലെ യൂസർ മാനുവലും ഒക്കെയാണ്. ഞാനിവിടെ ഈ TPU കേസ് ഒരാഴ്ച ഉപയോഗിച്ചതാണ്. സോ അത് നൈസായിട്ട് മഞ്ഞ കളറായിട്ടുണ്ട്. പിന്നീട് വരുന്ന അവിടെ TPU കേസിൻ്റെ കൂടെ അത് യൂസർ മാനുവലാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇനി എന്താ ഉള്ളത് നോക്കാം. പിന്നീട് വരുന്ന C ടൈപ്പ് USB കേബിളാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കവിടെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 1-2 ആഴ്ചൻ്റെ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഫോണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോൺ തന്നിട്ടുണ്ട്. 5000 mAh ആണ് ഇതിൻ്റെ ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. 33 വാട്ടിൻ്റെ ഈ ഫാസ്റ്റ് ചാർജർ ഉണ്ടല്ലോ, അത് ഞാനിവിടെ കുത്തിക്കുന്ന സമയത്ത് 1 മണിക്കൂറും 15 മിനിറ്റുമാണ് ഫുള്ളാവാനെടുത്ത സമയം. അപ്പോൾ ഗായ്സ്, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ബോക്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത് 1100 നിറ്റാണ്. സോ പുറത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്കിത് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഫോൺ വരുന്നത് 4GB റാമും അതുപോലെ 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുമായിട്ടാണ്. ഇതിൻ്റെ 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുള്ള വേറെ വേരിയൻറ്റും അവൈലബിൾ ആണ്. അടുത്തതായി നമുക്ക് ക്യാമറയുടെ ക്വാളിറ്റി നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഫോൺ ക്യാമറയുടെ രംഗത്ത് തരുന്നുണ്ട്. സോ എനിക്കത് ഇതിൻ്റെ ക്യാമറയ്ക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു കിടിലൻ ക്വാളിറ്റി വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫോണിൻ്റെ ക്യാമറ സൂപ്പറാണ്. ഈ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഒരു 10 സെക്കൻഡ് ശേഷം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇത്ര നേരം നമ്മൾ ഫോട്ടോസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി വീഡിയോ ക്യാമറ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ക്യാമറ നമുക്കവിടെ 4K റെസൊല്യൂഷൻ തരുന്നുണ്ട്. അതുപോലെ 1080p ആയിട്ട് 30 FPS എടുക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് സ്റ്റെബിലൈസേഷനും കൂടി അവൈലബിൾ ആണ്. ഈ ഫോണിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് Android 11 ആണ്. അതുപോലെ ഇതിൻ്റെ പ്രൊസസ്സറായിട്ട് വരുന്നത് സ്നാപ്ഡ്രാഗൺ 678 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ചാർജിലിട്ട് നോക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഫോൺ ഫുൾ ചാർജ് ആയി കഴിയുന്നതാണ്. 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഈ ഫോണിൽ കണ്ടൊരു ഫീച്ചറാണ്, ഇതിൽ നമുക്ക് 4K വരെ യൂട്യൂബിൽ കാണാവുന്നതാണ്. താഴ്ഭാഗത്ത് നമുക്കവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്, അതുപോലെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഡുവൽ ടൈപ്പ് സ്റ്റീരിയോ സ്പീക്കറാണ് താഴെയും മുകളിലും. അതുപോലെ IR ബ്ലാസ്റ്ററും ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിലെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. നമ്മൾ ഫോൺ ഓഫാക്കിയ ശേഷം നമുക്കവിടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ടൈമും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റൊക്കെ അവിടെ കൊടുക്കാവുന്ന രീതിയിലാണ്. നമുക്കിവിടെ കാണാം, ഫോൺ ഓഫായ ശേഷം അവിടെ മുകളിൽ സമയം കാണുന്നത് കാണാം. ഫിംഗർ പ്രിൻറ്റ് വരുന്നത് നമ്മുടെ പവർ ബട്ടണിൽ തന്നെയാണ്.
നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ഉണ്ടോയെന്നൊക്കെ. ഫിംഗർ പ്രിൻറ്റ് ഞാൻ സെറ്റിങ്സ് കയറിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുഴപ്പമില്ലാത്ത നല്ലൊരു സ്പീഡ് തന്നെ ഫിംഗർ പ്രിൻറ്റിൽ ലഭിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാം വരുന്നത് പഞ്ച് ഹോൾ ടൈപ്പിലാണ്. അതുപോലെ 13 മെഗാ പിക്സലാണ് നമുക്ക് ഈ ക്യാമറ തരുന്നത്. ഈ ഫോണിൽ സിം ട്രേ വരുന്നത് ഒരു SD കാർഡും അതുപോലെ 2 നാനോ സിമ്മുകളുമാണ്. റെഡ്മി നോട്ട് 10ൻ്റെ പ്രൈസ് വരുന്നത് ആമസോണിൽ 13,500ഉം ഫ്ലിപ്കാർട്ടിൽ 14,700ഉമാണ്. ഞാനൊരാഴ്ച ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അത്ര വലിയ ലാഗൊന്നുമില്ല, ചെറിയൊരു ലാഗ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. പുതിയ അടിപൊളി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്.